ഹലോ കൂട്ടുകാരെ, മഴതോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ അലീന പൗലോസേട്ടൻ്റെ അടുത്ത് അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗലോസേട്ടൻ ചോദിക്കുകയാണ് ആരാണ് അലീനയുടെ കൂടെ വന്നതെന്ന്. അപ്പോൾ അതെൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ്. അപ്പോൾ പൗലോസേട്ടൻ ചോദിക്കുക അച്ഛനോ? ആ, അത് തന്നെ അച്ഛൻ. എൻ്റെ പപ്പ ഇവിടെ ഉള്ളത് എൻ്റെ പപ്പ, അതെൻ്റെ അച്ഛൻ. ഇനി എന്തെങ്കിലും സംശയം പൗലോസേട്ടൻ ഉണ്ടെങ്കിൽ പപ്പയുടെ അടുത്ത് ചോദിച്ചോളൂ. അപ്പോൾ പൗലോസ് പറയും എനിക്കൊന്നും ചോദിക്കണ്ടേ എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ നിന്ന് മുങ്ങുകയാണ്. അത് കഴിഞ്ഞ് അലീന അങ്ങനെ ഓരോ റൂം തുറന്നു നോക്കി ചെല്ലുമ്പോൾ അവസാനം സ്റ്റാൻലിയുടെ റൂമെത്തി വാതിൽ തുറക്കും. അങ്ങനെ വാതിൽ തുറന്നപ്പോഴാണ് മനസ്സിലാവുക സ്റ്റാൻലി ഉള്ളിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപിക്കുന്നുണ്ട്, പുകവലിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അലീനയ്ക്ക് എന്തോ ഒരു ജാള്യത തോന്നും. അത് കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അലീന ആ റൂമിൻ്റെ വാതിലടച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലിയും അലീനെ കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്കും എന്തോ ഒരു ചമ്പൽ പോലെ. അങ്ങനെ സ്റ്റാൻലി പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴേക്കും അവൾ റൂമിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പം സ്റ്റാൻലി ആൻ്റപ്പ ചേട്ടനെ വിളിക്കണം. ആൻ്റപ്പ എന്ന് വെച്ചിട്ട് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ആൻ്റപ്പ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പറയും എന്താണ് അവൾ എന്നെ കാണാൻ വന്നിരുന്നു, നീ അവളിങ്ങോട്ട് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ ആൻ്റപ്പൻ പറയും ഞാൻ കണ്ടില്ല സാർ, ഇവിടെ വരുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ മദ്യപിക്കുന്നത് അവൾ കണ്ടെന്ന് തോന്നുന്നു, അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്, അതിനിപ്പോൾ എന്താ ഒരു സൊല്യൂഷൻ എന്ന്. അപ്പോൾ ആൻ്റപ്പൻ പറയും സാർ മദ്യപിക്കുന്ന ആണുങ്ങളെ സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടമല്ല എന്ന്. അപ്പോൾ സ്റ്റാൻലി സമ്മതിക്കുന്നില്ല, സ്റ്റാൻലി മദ്യപാനിയാണെന്ന് സമ്മതിക്കുന്നില്ല. സ്റ്റാൻലി പറയും ഞാൻ മദ്യപാനിയാണെന്നാണോ താൻ പറയുന്നത് എന്ന്. അപ്പോൾ ആൻ്റപ്പൻ പറയും അല്ല സാർ, അങ്ങനെയല്ല, പൊതുവെ മദ്യപിക്കുന്ന ആൾക്കാരെ സ്ത്രീകൾക്ക് ഇഷ്ടമല്ല, അതായിരിക്കും. അപ്പോൾ സാർ ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങോട്ട് എപ്പോഴും വരണ്ട എന്ന് പറഞ്ഞാൽ മതി എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും അതെങ്ങനെ ശരിയാവുക, അവൾക്ക് എൻ്റെ അടുത്ത് അടുപ്പം തോന്നണ്ടേ, ഞാനങ്ങനെ അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, സാർ ആദ്യം അങ്ങോട്ട് പോയി സംസാരിച്ചാൽ മതി, അത് കഴിഞ്ഞതിന് ശേഷം സാറിന് ഇവിടെ വന്ന് മദ്യപിച്ചാലും പ്രശ്നമില്ലല്ലോ, അപ്പോൾ കുട്ടി അറിയുകയില്ല എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ് എന്നാൽ അതിനൊരു സൊല്യൂഷൻ എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് സ്റ്റാൻലി അലീനയുടെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ അലീനയുടെ റൂമിൽ പോയി സ്റ്റാൻലി മുട്ടുമ്പോൾ അലീന വാതിൽ തുറക്കും. എന്നിട്ട് ചോദിക്കും എന്തിനാ എന്നെ കാണാൻ വന്നത്, എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന്. അപ്പോൾ അലീന പറയും പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനങ്ങനെ എല്ലാ മുറിയും തുറന്നു നോക്കി വന്നപ്പോൾ ആ മുറിയും തുറന്നു നോക്കിയെന്നുള്ളൂ, എന്താ ഞാൻ മദ്യപിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു മദ്യപിക്കുന്നവരെയും പുകവലിക്കാരെയും എനിക്ക് ഇഷ്ടമല്ല എന്ന്, ഇത് രണ്ടും നന്നല്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും മദ്യപിക്കുന്നത് ഞാൻ പട്ടാളത്തിലിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ശീലമാണ്, അത് പെട്ടെന്ന് മാറ്റലൊന്നും നടക്കുന്നില്ല എന്ന്. അപ്പോൾ അലീന പറയും എന്തായാലും രണ്ടും മദ്യപാനവും, അതായത് കള്ള് കുടിക്കുന്നതും ബീഡി വലിക്കുന്നതും, അത് അങ്ങനെ തന്നെയാണ് അവൾ പറയുന്നത്, കള്ള് കുടിക്കുന്നതും ബീഡി വലിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും കള്ളും ബീഡിയോ, അതെന്താ അങ്ങനെ? അപ്പോൾ അലീന പറയും മദ്യപാനം, അതായത് മദ്യപാനം പുകവലി, എല്ലാം പുകയാണല്ലോ, എനിക്കത് രണ്ടും ഇഷ്ടമില്ല, എനിക്കിഷ്ടമല്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും അലീന സ്റ്റാൻലിയുടെ അടുത്ത്. പിന്നെ സ്റ്റാൻലി ചോദിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയണം, ആൻ്റപ്പൻ വന്ന് ചോദിക്കും, ആൻ്റപ്പനോട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ അലീന പറയും ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളാമെന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും ഈ ബെഡ് മതിയോ, ഇനി വേറെ വല്ല ബെഡും വാങ്ങിക്കണമെന്ന്. അപ്പോൾ അലീന പറയും ഈ ബെഡിൽ എവിടെ കിടക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്, തറയിൽ ഒരു തലയണ പോലും ഇല്ലാണ്ട് കിടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും എനിക്കറിയാം, കുറേയൊക്കെ വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനൊരു മകളുള്ളത് എന്ന്. അപ്പോൾ അലീന പറയും സാർ എനിക്ക് മനസ്സിലായി എന്ന്. അങ്ങനെ സ്റ്റാൻലി പറയും ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരു സ്വർണ്ണക്കൂട്ടിലടച്ചിട്ട അലീനയുടെ ഒരു കിളിയുടെ അവസ്ഥയാണ് ശരിക്കും അലീനയുടെ അവസ്ഥ. അതുപോലെയാണ് അവളവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് തന്നെ ഫീൽ ചെയ്യും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ അവളവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സമയമായി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ സ്റ്റാൻലി വന്നിരിക്കുമ്പോൾ സ്റ്റാഫുകൾ അലീനയെ വിളിച്ചിട്ടില്ല, അവർക്ക് പേടിച്ചിട്ടാണ് അവർ വിളിക്കാത്തത്. കാരണം സ്റ്റാൻലിയുടെ കൂടെ ഇരുത്തി കഴിഞ്ഞാൽ സ്റ്റാൻലി എന്ത് പറയുമെന്നൊന്നും ഇവർക്കറിയില്ലല്ലോ, സ്റ്റാൻലി പേടിക്കേണ്ട ഒരാളായതുകൊണ്ട് അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ സ്റ്റാൻലി ചോദിക്കും അലീനയെ വിളിച്ചില്ലേ? ഇല്ല സാബ് വന്നിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു, അതിനുശേഷം വിളിച്ചാൽ പോരെയെന്ന്. അപ്പോൾ അയാൾ ചൂടാവും ആൻ്റപ്പൻ്റെ അടുത്ത്, എൻ്റെ മകൾ എൻ്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുക, പോയി വിളിച്ചിട്ട് വായോ എന്ന് പറയും. അങ്ങനെ ആൻ്റപ്പൻ ചേട്ടൻ അലീനയെ വിളിക്കാൻ പോകും. അപ്പോൾ അലീന ചോദിക്കും ആൻ്റപ്പൻ ചേട്ടാ ഈ ഡ്രസ്സ് ഇട്ട് വന്നാൽ മതിയോ, ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ഡ്രസ്സ് ഇടണം എന്നുണ്ടോയെന്ന്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും ഡ്രസ്സൊന്നും പ്രശ്നമില്ല, പക്ഷേ നിയമങ്ങൾ കുറച്ചുണ്ട്, ഫുഡ് എടുക്കുമ്പോൾ ടേബിളിൽ വീഴാൻ പാടില്ല, സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നും.
ഓ ശരി എന്ന് പറഞ്ഞ അലീന ഭക്ഷണം കഴിക്കാൻ വരികയാണ്. അപ്പോൾ അലീന ഭക്ഷണം കഴിക്കാൻ വരിക്കുമ്പോൾ സ്റ്റാൻലി അവിടെ ഉണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും, ഗുഡ് ഈവനിങ് അലീന, ഇതേ ഫുഡുകളുണ്ട്, ചപ്പാത്തി ഉണ്ട്, ചോറുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, കറി ഉണ്ട്, സൂപ്പുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാൻ. അങ്ങനെ അപ്പോൾ ഇത്തിരി നമ്മുടെ പൗലോസേട്ടൻ ഫോർക്കും സ്പൂണൊക്കെ കൊടുന്ന് വയ്ക്കും അലീനയ്ക്ക്. അപ്പോൾ അലീനയാണെങ്കിൽ ഫോർക്ക് റൈറ്റ് ഹാൻഡിലും സ്പൂണ് നൈഫ് ലെഫ്റ്റ് ഹാൻഡിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻലി പറയും ഫോർക്ക് ഇടത്തെ കയ്യിലാണ് പിടിക്കേണ്ടത്, എന്നതിന് ശേഷം എടുത്തോളും. അപ്പോൾ അവൾ ചോറ് വിളമ്പിയെടുക്കും. ചോറ് വിളമ്പിയെടുത്തതിന് ശേഷം ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവൾക്കത് ശീലമില്ലാത്തതുകൊണ്ട് തീരെ കിട്ടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ചിക്കൻ പീസ് എടുക്കുന്നതിനിടയിൽ ടേബിളിലേക്ക് വീഴാണ്. അപ്പോൾ അത് എടുക്കേണ്ട, അത് വേസ്റ്റാണെന്ന് പറയും. അപ്പോൾ അതിന് പറയല്ല, ഞാൻ എടുത്തോളാം, എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്റ്റാൻലി പറയും അത് ടേബിൾ മാനേഴ്സ് അല്ല, പുറത്ത് വീണ വേസ്റ്റ് എടുക്കുന്നത് ടേബിൾ മാനേഴ്സ് അല്ല എന്ന്. അങ്ങനെ അലീന എങ്ങനെയൊക്കെ നോക്കിയിട്ട് അലീനയ്ക്ക് ഒരു ചിക്കൻ പീസ് എടുക്കാൻ പറ്റുന്നില്ല. അവസാനം അലീന നിലത്ത് ആ വീണ ചിക്കൻ പീസ് കൈ കൊണ്ട് എടുത്ത് പെട്ടെന്ന് കഴിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയും, എന്ത് പണിയാണ് നീ കാണിച്ചത്, അങ്ങനെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അത് സാരമില്ല, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഇതാക്കണം. അങ്ങനെ അപ്പോൾ മറ്റ് പൗലോസേട്ടൻ എൻ്റെ പറ്റിനൊക്കെ ചിരിക്കുന്നുണ്ട്, ഇവൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയും അത് അവൾക്ക് ശീലമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ചീത്ത പറയണം. പിന്നെ കാണിക്കുന്ന അവിടെ നെടുമ്പുരയ്ക്കൽ വീടാണ്. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വൈജ, സമയം രാത്രിയായല്ലോ, ബാലചന്ദ്രൻ എത്ര വൈകിട്ടും കാണുന്നില്ല. അപ്പോൾ വൈജ ചോദിക്കുകയാണ് ബബിതോട്, ബബിത എന്തായി അച്ഛൻ വരാത്ത ഇത്ര നേരമായല്ലോ എന്ന്. ബബിത പറയും, ഈ കുളത്തുപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനച്ചിലാറിൻ്റെ ഇക്കരയില്ലല്ലോ, അക്കരയില്ലേ, കുറേ ദൂരമില്ലേ, പോയിട്ട് ഇങ്ങോട്ട് വരണ്ടേന്ന്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വൈജ ചോദിക്കുകയാണ്, ഇത്രയും നേരമായല്ലോ, രാത്രിയായല്ലോ, ഒന്ന് വിളിച്ചു നോക്കുമെന്ന്. അങ്ങനെ ബബിത വിളിച്ചിട്ട് സ്പീക്കറിലിട്ടിട്ട് കൊടുക്കണം. അല്ല ബാലചന്ദ്രൻ ഹലോ എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് വൈജ പെട്ടെന്ന് ഓർമ്മയില്ലാണ്ട് ഹലോ എന്ന് പറയും. അങ്ങനെ അപ്പോൾ ആരാ, മോളല്ലേ എന്ന് ചോദിക്കും ബാലചന്ദ്രൻ അപ്പുറത്ത്. അപ്പോൾ ബബിതയാണ് മറുപടി പറയുന്നത്, അത് അമ്മയാണ് സംസാരിച്ചത്, ഞാൻ സ്പീക്കറിലിട്ട് സംസാരിക്കുകയായിരുന്നു, പെട്ടെന്ന് അമ്മ ഓർമ്മയില്ലാണ്ട് ഹലോ പറഞ്ഞതാണ്. അപ്പോൾ വൈജ അങ്ങനെ ബബിതേനെ നോക്കും, നീ എനിക്കിട്ട് പണി തല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ബബിത ചോദിക്കണം, അച്ഛൻ വരുന്നില്ലേ എന്ന്. അല്ല മോളെ, ഞാനൊരു ഹോട്ടലിൽ നിന്ന് റൂം എടുത്തു, ഞാൻ ആകെ മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല സുഖത്തിലല്ല, അതുകൊണ്ട് വരുന്നില്ല, നിങ്ങൾ കിടന്നോ, ഭക്ഷണം കഴിച്ച് കിടന്നോ എന്ന് പറയുകയാണ്. എന്നാൽ ശരി അച്ഛാ എന്ന് പറയും. അപ്പോൾ വൈജ പറയുന്നത് എന്താ, മെൻ്റലി ആൻഡ് ഫിസിക്കലി വയ്യ, ഹോട്ടലിൽ റൂം എടുത്തിക്കുന്നു, അവളെങ്ങാനും കൂടെ ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ എന്ന്. അപ്പോൾ ബബിത പറയും, അത് അലീന ചേച്ചീനെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലാതെ അവർ റൂം എടുത്ത് നിൽക്കില്ലല്ലോ എന്ന്. അപ്പോൾ വൈജ പറയും, പണ്ട് റിസോർട്ടിൽ റൂം എടുത്ത് താമസിച്ചിരുന്നല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണ പറയും, അതിന് നടുക്ക് ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മ ഇല്ലാത്തതൊന്നും പറയണ്ടെന്ന്. ആർക്കറിയാം ബാലചന്ദ്രൻ്റെ സ്വഭാവം, എന്തൊക്കെ സ്വഭാവം എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയും, അമ്മയുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, അമ്മയ്ക്ക് എന്തൊക്കെ ഒളിപ്പിച്ചൊക്കെ ഉണ്ടെന്ന് അറിയില്ലല്ലോ, ഇത് മണ്ണൊന്നുമല്ലല്ലോ കുഴിച്ച് നോക്കാനെന്ന് കൃഷ്ണമോൾ കുത്തി പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ വൈജയ്ക്ക് എന്തോ ഒരു പോലെയും, കാരണം എന്താണ് ഇപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ കുത്തി പറയാനുള്ള കാരണം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വൈജ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡിൻ്റെ പ്രമോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.